ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വിഴിഞ്ഞം പോർട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ആദ്യമായിട്ട് വന്ന് ഡോക്ക് ചെയ്തിരിക്കുകയാണ്. ടുഡേ ഈസ് 11th July. നാളെ 12th 10 മണിക്ക് ശ്രീ പിണറായി വിജയൻ ഈ ഷിപ്പിനെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഷിപ്പ് ഒന്ന് കാണാൻ പറ്റുമോ എന്നറിയാനായിട്ട് വി ആർ അറ്റ് ദ വിഴിഞ്ഞം ഹാർബർ. ഇത് കാണുന്നത് മുഴുവൻ ഈ ചെറിയ ചെറിയ ഫിഷിംഗ് ബോട്ട്സ് ആണ്. അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വി ആർ ഇൻ വിഴിഞ്ഞം ഹാർബർ ആൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് കാണാം ഈ കണ്ടെയ്നർ ഷിപ്പിൻ്റെ ഒരു ബാക്ക് സൈഡേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് ഇത്രേ കാണാൻ പറ്റുള്ളൂ. ബട്ട് ഇറ്റ് ലുക്സ് വെരി നൈസ്. വലിയൊരു കപ്പലാണ്, മദർ ഷിപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം ഹാർബറിലാണ്. സോ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ അവിടെയുള്ള ലോക്കൽ ആളുകളോട് ചോദിച്ചപ്പം അവർ പറഞ്ഞു നാളെ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും, 5000 പേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് നാളെ എന്നൊക്കെ പറഞ്ഞു. അപ്പം പക്ഷേ നാളെ എല്ലാ വിശിഷ്ടാതിഥികളും വരുന്നത് കൊണ്ട് നമുക്കിതിന് ഇത്രയും പോലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ചില ലോക്കൽ ആൾക്കാർക്ക് ഒരു വിഷമമുണ്ട്. ഇത് അവരുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റിമറിക്കുന്ന ഒരു വികസനമായോ എന്നൊക്കെ ആളുകൾ അവിടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കുറേ റിപ്പോർട്ടേഴ്സൊക്കെ വന്ന് ഇന്നലെ ലോക്കൽ പിന്നെ ഫിഷിംഗ് ആളുകളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് നമ്മുടെ ഈ കുരിശടി, അവിടെ ഒരു വലിയൊരു ക്രൈസ്റ്റിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അത് കുരിശടിയാണ്. അതിൻ്റെ ജസ്റ്റ് മുകളിൽ സെൻറ്റ് ജോസഫ്സ് ഷ്രൈൻ എന്ന് പറഞ്ഞ അവരുടെ ചേർച്ചുണ്ട്. ചേർച്ചിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും ഈ ഹോൾ ഫിഷിംഗ് വില്ലേജും അതുപോലെ തന്നെ ഈ ഷിപ്പിൻ്റെ കുറച്ചുകൂടെ നല്ല ഒരു വ്യൂ കിട്ടും എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ മത്സ്യബന്ധന തൊഴിലാളികളുടെ ഒരു കോളനി പോലെയുണ്ട്. അപ്പോൾ അതിൽ കൂടി വേണം നമുക്ക് പോകാൻ. ചർച്ചിനകത്തൂടെ നമ്മൾ കുരിശടിക്കകത്തൂടെ പോകണമെങ്കിൽ നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം പോകാൻ. ഭയങ്കര വെയിലായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ശരി നമുക്ക് അവിടെയുള്ള ലോക്കൽ ആളുകളുടെ വീടും സ്ട്രീറ്റും ഒക്കെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അതുവഴി ഇപ്പം നടന്ന് പോവുകയാണ്. വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ്, പക്ഷെ നല്ല വൃത്തിയായിട്ട് ടൈൽസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വന്നത് മമ്മൂട്ടിയുടെ ഒരു മൂവി ഉണ്ടായിരുന്നില്ലേ, നൻപകൽ നേരത്തെ മയക്കം. അതിലുള്ള ഒരു ഗ്രാമം പോലെ എനിക്ക് തോന്നി ഇവരുടെ. പക്ഷെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും നമുക്ക് ചർച്ചിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തന്നു. അപ്പം ഞങ്ങൾ അതുവഴി കയറി ഞങ്ങളിപ്പോൾ വിഴിഞ്ഞം സെൻറ്റ് ജോസഫ്സ് ചർച്ചിൽ അവിടെ എത്തി. അപ്പം നല്ല ഹൈറ്റിലാണ് ഈ ചർച്ച്. അപ്പം നമ്മൾ അകത്തോട്ടൊന്നും നമ്മൾ ചെന്നില്ല. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഹാളുണ്ട്. അതിൽ ഒരു വെഡ്ഡിങ് നടക്കുമായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നില്ല. പക്ഷെ നമുക്ക് നല്ലൊരു വ്യൂ കാണുന്നുണ്ട്. സീയുടെയും വിഴിഞ്ഞം ഹാർബറിൻ്റെയും ആ ക്രെയിനും ഷിപ്പും എല്ലാം നമുക്ക് കാണാൻ പറ്റി. അപ്പം ഇതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം വി ഹോപ്പ് ദിസ് ഈസ് ഫോർ ദ ഗുഡ്. ഈ വികസനം നമുക്ക് ഒരു നന്മയ്ക്കാണെന്ന് നമ്മൾ വിചാരിക്കാം. സോ ബ്യൂട്ടിഫുൾ വിഴിഞ്ഞം പോർട്ടിലെ ഇന്നത്തെ വിസിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വേറെ ഒരു തിരുവനന്തപുരം വിശേഷവുമായി കാണാം. ഗുഡ് ബൈ.